നമ്മൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്സ്യൽ ബാങ്ക്സ് മോറോ മണി ഫ്രം RBI ഇസ് കോൾഡ് ഡാഷ്. റിസർവ് ബാങ്കിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ് കടമെടുക്കുന്ന ആ റേറ്റിന് പറയുന്ന പേരാണ്. ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. റിപ്പോ റേറ്റ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് പ്രൊമോട്ടർ ഷാൽ കൺവെൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിതിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എത്ര നാളുകൾക്കുള്ളിൽ വിളിച്ചു ചേർക്കണം? എൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാസത്തിനുള്ളിൽ, 3 months. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൽ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അതായത് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രപ്പോസൽ സെക്രട്ടറിയെ കൂടാതെ കമ്മിറ്റിയിലുള്ള എത്ര മെമ്പേഴ്സ് കൂടി സൈൻ ചെയ്യണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 മെമ്പേഴ്സ് കൂടി സെക്രട്ടറിയെ കൂടാതെ സൈൻ ചെയ്യണമെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എനി സൊസൈറ്റി റെഫ്യൂസസ് ടു ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു എനി മെമ്പർ ദ അഗ്രീവ്ഡ് പേഴ്സൺ മേ അപ്പീൽ ടു ദ ഡാഷ് വിതിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ. അതായത് ഒരു വ്യക്തിക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ ഒരു സൊസൈറ്റി മടി കാണിച്ചെങ്കിൽ അപ്പീൽ നൽകേണ്ടത് ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർക്കാണ് അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ അപ്പീൽ നൽകേണ്ടത് 15 days, വിതിൻ 15 daysനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതായത് ഓർഡർ ഓഫ് റെഫ്യൂസൽ, അതായത് ഐഡൻറ്റിറ്റി കാർഡ് നൽകത്തില്ല എന്നുള്ള ഓർഡർ കിട്ടി 15 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർക്ക് അപ്പീൽ നൽകേണ്ടത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് സെക്ഷൻ ഓഫ് KCS ആക്ട്. KCS ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 28B. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ ഡാഷ് ആൻഡ് ഷാൾ നോട്ട് എക്സീഡ് ഡാഷ് ആസ് പെർ KCS ആക്ട്. KCS ആക്ടിൻ്റെ സെക്ഷൻ പ്രകാരം മാനേജിംഗ് കമ്മിറ്റിയിലെ മാക്സിമം മിനിമം മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 7 to 15 ആണ്. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ എണ്ണം 7 പേരിൽ കുറയാനോ 15 പേരിൽ കൂടാനോ പാടില്ല എന്നാണ് KCS ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ക്രോപ്പ് ലോൺ സിസ്റ്റം ദ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡാഷ്. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെക്നിക്കൽ കമ്മിറ്റി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് കൺഫൈൻഡ് ടു ഡാഷ്. പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 താലൂക്ക്. പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ 1 താലൂക്ക് എന്നുള്ള കാര്യം പ്രത്യേകമായി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസിലാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരജം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. കേരജം ഏതുതരം സൊസൈറ്റിയുടെ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയുടെ പ്രോഡക്റ്റാണ് കേരജം എന്നുള്ളത്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റ് ഫെഡിൻ്റെ പ്രോഡക്റ്റാണ് കേരജം. കേരജം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാർക്കറ്റ് ഫെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഈസ് റിട്ടൺ ബൈ ഡാഷ്.
ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എച്ച് കാൽവർട്ടാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. ദ ഫോക്ക് ഹൈസ്കൂൾ വാസ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ്. ഏത് രാജ്യത്താണ് ഫോക്ക് ഹൈസ്കൂൾ എന്നുള്ള പ്രസ്ഥാനം ആരംഭിച്ചത്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഡെൻമാർക്കിലാണ് ഫോക്ക് ഹൈസ്കൂള് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. CHF ഇൻ കാനഡ ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. ഏത് തരം സൊസൈറ്റീസും കാനഡയിലെ CHF എന്നുള്ളത് അവിടുത്തെ ഏത് തരം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമായിരുന്നു CHF. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൗസിംഗ് സൊസൈറ്റീസ്. കാനഡയിൽ CHF എന്നുള്ള ആ പ്രസ്ഥാനം ഹൗസിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കാതെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 8th കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് ഡാഷ്. 8ാമത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ണൂർ വെച്ചായിരുന്നു 8th കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് ടൈപ്പ് അക്കൗണ്ട്. ഏതുതരം അക്കൗണ്ടിന് ഉദാഹരണമാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. റിയൽ അക്കൗണ്ടിന് ഒരു ഉദാഹരണമാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. ഒരു വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓയിൽ വെൽസ് ആണ് വേസ്റ്റിംഗ് അസറ്റിന് ഒരു ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ. എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ബില്ല് അക്സെപ്റ്റൻസിന് മുമ്പ് ഒരു ബില്ലിന് പറയുന്ന പേര് അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഡ്രാഫ്റ്റ്. ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ് എന്നുള്ള കാര്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്ഫ്ലോ ഓഫ് മണി ഈസ് എ ഡാഷ്. മണിയുടെ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ പണത്തിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ എന്താണ് ഈ ഔട്ട്ഫ്ലോ ഓഫ് മണിക്ക് ആപ്റ്റായിട്ടുള്ള പദം? അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഔട്ട്ഫ്ലോ ഓഫ് മണി ഈസ് എ എക്സ്പെൻസ്. ശരിക്കും ഔട്ട്ഫ്ലോ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഡാഷ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബി. ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ഡിമിനിഷിംഗ് ബാലൻസ് ഓൺ ദ ബേസിസ് ഓഫ് ബുക്ക് വാല്യൂ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ബുക്ക് വാല്യൂവിലാണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ക്വിസ് ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.